കൂട്ടുകാർക്ക് നൽകാനുള്ള കടം വീട്ടാനായി വിദ്യാർത്ഥിയുടെ സ്വയം തട്ടിക്കൊണ്ടുപോകൽ നാടകം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവത്തിലെ എല്ലാ കള്ളത്തരങ്ങളും പോലീസ് പൊളിച്ചടുക്കി എന്നുള്ളതാണ്. സാധാരണഗതിയിലും വിദ്യാർത്ഥി സ്കൂളിൽ എത്താനുള്ള സമയം വൈകിയതിനു ശേഷവും മടങ്ങിയെത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. ഈ പരാതിയെപ്പറ്റി അന്വേഷിക്കാനായി പോലീസുകാർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മാതാപിതാക്കളുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. നിങ്ങളുടെ മകൻ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടുകിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നുമായിരുന്നു ഈ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യം. എന്തായാലും ഈ ഒരു ഫോൺ കോളിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളി വെളിച്ചത്തായത്. അതായത് ഇവരെല്ലാവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇതിൽ തട്ടിക്കൊണ്ടുപോകൽ നാടകം ആസൂത്രണം ചെയ്ത ഈ ഒരു വിദ്യാർത്ഥി മറ്റ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഒരു ബൈക്ക് കടം വാങ്ങിയിരുന്നു. ഈ ഒരു ബൈക്ക് കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപയോളം മറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകാനുമുണ്ടായിരുന്നു. ഈ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് തൻ്റെ കയ്യിൽ പണമില്ലെന്നും ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തുകയാണെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം ലഭിക്കുമെന്നും വിദ്യാർത്ഥി പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് മറ്റ് സഹപാഠികളും ഈ ഒരു നാടകത്തിൽ പങ്കാളികളായത്. ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, മകനെ വിട്ടുകിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കാനും ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടി. പക്ഷേ മറ്റ് പരാതികളൊന്നും ഇല്ലാത്തതിനാൽ മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് കടന്നില്ല. എന്തായാലും ഈ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു അതിബുദ്ധി പോലീസ് പൊളിച്ചു എന്നുള്ളതാണ് ഈ ഒരു തുടക്കത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം. അധിക സമയം ഈ ഒരു ആസൂത്രണമോ നാടകമോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചില്ല. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഇല്ലാത്തതിനാൽ പിടികൂടിയ ഒരു വിദ്യാർത്ഥികളെ മാതാപിതാക്കൾക്കൊപ്പം തിരികെ വിടുകയായിരുന്നു പോലീസ് ചെയ്തത്. മാത്രമല്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു കൗൺസിലിംഗ് നൽകാൻ കൂടി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സമീപകാല ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ നിന്ന് വെളിയിൽ വരുന്ന ഇത്തരം വാർത്തകളിലെല്ലാം ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം ആസൂത്രണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിലെല്ലാം വിദ്യാർത്ഥികളാണ് ഭാഗമാകുന്നത് എന്നുള്ള കാര്യം കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇവരുടെ ആസൂത്രണങ്ങളെല്ലാം പോലീസ് ബുദ്ധിയിൽ പൊളിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത്.